ഇത് കഴിഞ്ഞ ശേഷം നീ ഒരിക്കലും എന്നെ കാണാൻ വരാൻ പാടില്ല. എങ്ങനെ ഒരു അമ്മ നിനക്കുള്ള കാര്യം നീ മറക്കണം. തമ്മിൽ പിണഞ്ഞു മീനായി നീന്തിടാമോ? നിന്നെ കുറിച്ചു പാടും പാട്ടിലെല്ലാം തുള്ളിത്തുളുമ്പി മിന്നി കുഞ്ഞു തുള്ളി നിന്നുടലാകുമേ പൊൻപുഴ തന്നിലൻ കനവാകെ ഒരു പുലരി വിടാതെ മേനിയിൽ പടർന്നിടുന്നൊരു നിലാവള്ളിയായി കളിച്ചിരികൾ ആറ്റുവഞ്ചി പൂക്കളാകെ ആടി നിൽക്കും തെന്നലിൽ ഓടി വന്നു നിൻ സുഗന്ധം പാരിജാതം പൂത്ത പോലോമലാളെ പൂനിലാവിൽ മുങ്ങി നിനക്കിനാവ് കാണും കണ്ണിലാകെ തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്നു തീരാതിൻ്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ. സമയം ഒരുപാടായില്ലേ, ഇനിയപ്പോ വീട്ടിലേക്ക് പോകാലോ. അമ്മ വാ. നിക്ക്, എനിക്ക് അമ്മുവിനോടൊന്ന് സംസാരിക്കണം. എന്താ മോളെ? എനിക്ക് അമ്മുവിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. ഞാൻ വരാം. എന്ത് തോന്നുന്നു? നിനക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്നോട് നീ ചെയ്തതിന് ദൈവം ചോദിക്കും, നോക്കിക്കോ. അവള് പറഞ്ഞതോർത്ത് നീ വിഷമിക്കണമെന്നില്ല. നീ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും എന്റെയോ എന്റെ മോളുടെ ലൈഫിലോ നീ ഉണ്ടാവാൻ പാടില്ല. അമ്മു, എന്താ അവര് പറഞ്ഞേ? ഒന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കല്യാണത്തിന്റെ നല്ല ക്ഷീണം കാണുമെന്നറിയാം. റൂമിൽ പോയിട്ട് രണ്ടുപേരും ഫ്രഷ് ആവും, എന്നിട്ട് റെസ്റ്റ് എടുക്ക്. ഞാൻ കഴിക്കാനാകുമ്പോൾ വിളിക്കാം. കണ്ണ, ഈ മോക്ക് റൂം കാണിച്ചു കൊടുക്ക്. അമ്മു വാ. അറിയാം, ഇതൊരു പുതിയ പ്ലേസാണ്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നും പേടിക്കണ്ട. നീ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്തിനും. നീ ആദ്യം ഫ്രഷ് ആവും. നീ എൻ്റെ കൂടെ ഓക്കെ അല്ലേ? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നോ? അത്
പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ നെർവസ് ആവുന്നേ? ഞാൻ നിന്നെ കടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. നിന്റെ സമ്മതത്തോടെ അല്ലേ ഈ കല്യാണം നടന്നേ? എന്തേലും പറ നീ. അത് പിന്നെ ഈ കല്യാണം പെട്ടെന്നായിരുന്നു. എന്നോടാരും ഒന്നും ചോദിച്ചില്ല. പക്ഷെ എനിക്ക് എതിർപ്പൊന്നുമില്ല. ആ വീട്ടിൽ നിന്ന് എന്നെ മാറ്റാൻ എൻ്റെ അമ്മയ്ക്ക് തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്കിത്. നീ അപ്പോ ഇതിനു മുമ്പ് എന്റെ ഫോട്ടോ പോലും കണ്ടില്ല അല്ലേ? ഇല്ല, പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ്. നിശ്ചയം പോലും ഇല്ലല്ലോ. സോ എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട്സ് ആവാം അല്ലേ? ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഹഗ് ആവാലോ? നീ എപ്പോഴാ പോകുന്നേ? ആ, നാളെ ഒരു ദിവസം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞാ പോണം. മോളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ആ അച്ഛാ, അവളെയും കൊണ്ടുപോകുന്നുണ്ട്. ആ, അതാ നല്ലത്. ഏട്ടാ, എങ്ങോട്ട് പോകുന്ന കാര്യ നേരത്തെ പറഞ്ഞത്? ആ, നിനക്ക് അതും അറിയത്തില്ല അല്ലേ? ഞാൻ ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ ഡൽഹിയിലാ. എനിക്ക് നാളെ കഴിഞ്ഞാൽ പോണം, ഓഫീസിൽ ജോയിൻ ചെയ്യാനുള്ളതാ. ഓ, എനിക്കെന്തോ നിന്നെ കാണുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയാനുള്ള പോലെ ഉണ്ട്. നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചത്. നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പ്രശ്നം? അല്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചു ഇവിടെ നിന്ന് മാറി നിൽക്കാൻ. ഒരുമിച്ച് കിടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ മാറി കിടക്കാം. വേണ്ട, ഞാൻ എന്തായാലും നിങ്ങളുടെ ഭാര്യയല്ലേ. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ആ, സൂക്ഷിച്ചു പോണ മക്കളെ. മോളെ ശ്രദ്ധിക്കണം കേട്ടോ, ആരോഗ്യമൊക്കെ. മോളെ, എന്ത് വിഷമുണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറഞ്ഞു. എപ്പോഴും കോൾ ചെയ്തു കേട്ടോ. ശരി അച്ഛാ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങും. ഇതാണ് എന്റെ അപ്പാർട്ട്മെന്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഒരു
ഒരുപാട് ഇഷ്ടമായി. ഓ അത് കേട്ടാ മതി. വാ, ഞാൻ നിനക്ക് ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. കണ്ണേട്ടാ, എന്താ എന്താ എന്റെ ഭാര്യ ചെയ്യുന്നേ? ബ്രേക്ക്ഫാസ്റ്റ്. കണ്ണേട്ട ഫ്രഷ് ആയോ? പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഓഫീസിൽ പോകാനുള്ളതല്ലേ. അയ്യോ, നിന്നെ എങ്ങനെ കാണുമ്പോ ഞാൻ എങ്ങനെയാ പോവാ? അയ്യോ, ഒന്ന് പോയേ. ഒരു നിലാമഴ പോലെ അരികിലണയുകയായി നീ, പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി, മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരയായി, ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ. സത്യമാണോ? ഒരു നിലാമഴ പോലെ അരികിലണയുകയായി നീ, പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി, മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ
എന്താ ഇത്, ഓഫീസിൽ പോകുന്നില്ലേ? ഞാൻ എങ്ങനെ നിന്നെയും മോനെയും വിട്ട് പോവാനാ? ഡേ കണ്ണേട്ടാ, പറയുന്നേക്ക്, പോയിട്ട് വന്നേ. ഞാൻ തനിച്ചു വിടാൻ എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പോയേ മനുഷ്യൻ. എന്താ വിളിച്ചേ? നീ വിട്ടയ്യോ. ഇത് ശരി, ഞാൻ പോയിട്ട് വരാവേ. ലവ് യു. ലവ് യു ടു കണ്ണേ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. 7 മാസം മുമ്പ് 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്ത കേസിലെ പ്രതി ശിവജിത്ത് കോടതിയിലേക്ക് ഹിയറിംഗിന് കൊണ്ടുപോകുന്നിടയിൽ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടതായ രീതിയിൽ പോലീസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം തുടരുകയാണ്. അമ്മു, കണ്ണേട്ടാ, എന്താ മോളെ, എന്താ പറ്റി? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. കണ്ണേട്ടാ എന്താ വേഗം വന്നേ? എന്താന്നറിയില്ല, പെട്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു നിന്റെ കൂടെ തന്നെ നിൽക്കാൻ. അതാ ഞാൻ വന്നേ. എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നീ ആകെ ടെൻഷൻ അടിച്ച പോലെ ഉണ്ട്. വാ, അകത്തിരിക്കാം. അമ്മോ, ഞാൻ ഓഫീസിൽ പോട്ടെ. എനിക്ക് അർജന്റായിട്ട് ഒരു കോള് വന്നു കേട്ടോ. കണ്ണേട്ടാ, നേരത്തെ വരണേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ ശ്രമിക്കാം കേട്ടോ. നീ വെറുതെ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കല്ലേ. അത് നിനക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞിന് ദോഷം. ഇത്ര പെട്ടെന്ന് വന്നു. എന്താ അമ്മു, പേടിച്ചോ? അതെന്താ അമ്മു അങ്ങനെ ഒരു ചോദ്യം? ഇവിടെ അല്ലാണ്ട് വേറെ എവിടേക്കാ ഞാൻ പോവണ്ടേ? പറയാനേ. ശിവടാ, പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. ഇവിടുന്ന് പോ. അങ്ങനെ പോവാനാണോ മോളെ ഞാൻ വന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ വരുന്നു? നീ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യാതെ എങ്ങനെയാടി മടങ്ങാ? ശിവേട്ടാ പ്ലീസ്, കണ്ണേട്ടൻ കണ്ട ആകെ പ്രശ്നം. പ്ലീസ് ഇവിടുന്ന് പോ. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഞാൻ വിടില്ല. ശിവേട്ടാ പ്ലീസ്. ഞാനന്ന് നിന്നോട് കെഞ്ചിയല്ലേ പറഞ്ഞത് സത്യം പറയാൻ. എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ നിന്നെ ക്ഷമിക്കണോ? ഞാൻ എത്രമാത്രം സ്നേഹിച്ചതാന്നറിയോ? ഞാൻ സ്നേഹിച്ചവരെല്ലാം ഒറ്റയടിക്ക് എന്നെ തള്ളി പറഞ്ഞത്. എന്റെ സ്നേഹം എല്ലാറ്റിനും നീ ഒറ്റ ഒരുത്തിയ കാരണം. നീ ഇനി എത്ര കെഞ്ചിയിട്ടും കാര്യമില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കാണ്ട് ഞാൻ പോകത്തില്ല. പ്ലീസ്, ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. പ്ലീസ് ഇവിടുന്ന് പോ. പ്ലീസ്, കണ്ടിട്ട് കണ്ട പ്രശ്നം. പ്ലീസ്. അവൻ കാണട്ടെ, അവൻ കാണണം. എന്നാലേ നിനക്ക് മനസ്സിലാവും ഞാൻ അനുഭവിക്കുന്ന വേദന എന്താന്ന്. ഇല്ല, ഞാൻ പോകത്തില്ല. നീ പോയി തുറക്കടി വാതില്. നിന്നോട് പോയി തുറക്കാനാ ഞാൻ പറഞ്ഞേ. അമ്മു,
എന്താടി ഇത്രയും നേരമായത്? ഏ കണ്ണേട്ടാ, ഏ എന്താ പറ്റി? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, നല്ല ക്ഷീണം. അയ്യോ, ഈ പെണ്ണിനെ കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. വാ. ആ, എവിടെ പോയി? കാണുന്നില്ലല്ലോ. നീ എന്താടി ചുറ്റും നോക്കുന്നേ? എന്തേലും ഉണ്ടോ ഇവിടെ? ആ, ഒന്നുമില്ല. അമ്മോ, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക, എന്തോ മാതിരി. എന്താ പറ്റിയേ? കണ്ണേട്ടാ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ വിശ്വസിക്കോ? അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലടി. കണ്ണേട്ടന് എന്നെ പറ്റി എന്തറിയാം? ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ വേലക്കാരിയുടെ മകളാണ് നീ, അതെനിക്കറിയാം. എന്നാ കൊട്ടാരത്തിൽ തമ്പ്രാനാണ് നിന്റെ കല്യാണം നടത്തിയെന്നും അറിയാം. അതായത് തമ്പ്രാന് മോളെ പോലെയാ നീ, അല്ലേ? അല്ല, മോളെ പോലെ അല്ല. അയാളൊരു ചെകുത്താനം. അവരുടെ മനസ്സേക്കം മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മോ, എന്തിനു കരയുന്നത്? കണ്ണേട്ടാ, ഞാൻ വലിയൊരു തെറ്റാ ചെയ്ത്. എനിക്കതിനെങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് അറിയത്തില്ല. എന്നോട് ക്ഷമിക്കില്ല, എനിക്കറിയാം. അമ്മോ, നീ എന്തൊക്കെയാ പറയുന്നേ? കണ്ണട, എന്നോടൊന്നും ചോദിക്കല്ലേ. എന്നെ കൊണ്ട് പറ്റില്ല പറയാൻ. ഇല്ല, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. നീ അത് ഓർത്ത് ഇങ്ങനെ വിഷമിക്കല്ലേ. എനിക്കത് കാണാൻ പറ്റത്തില്ല. കണ്ണേട്ട, എപ്പോഴും എന്നെ വിശ്വസിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ മാത്രമേ വിശ്വസിക്കൂ. ആ, നീ ഇവിടെ ഇരിക്കുവാണോ? എന്താ, എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്റെ ജീവിതം നശിപ്പിക്കാന്ന്. ശിവേട്ട, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറയുന്നത് എന്താ ഞാൻ കേക്കണ്ടേ? എന്റെ 7 മാസം ഇപ്പൊ പോയത്. ആൾക്കാരുടെ മുമ്പിൽ ഞാൻ വൃത്തികെട്ടാനായി, പെണ്ണ് പിടിയാനായി. എല്ലാം നീ ഒരുത്തി കാരണം. ഞാൻ എന്താടി നിന്നോട് ചെയ്തത്? നിന്നെ ഒരു പെങ്ങളെ പോലെ ഞാൻ കണ്ടില്ലേ? ഏതിന് നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും എന്നോട് തന്നെ നീ ഇങ്ങനെ ചെയ്യണമായിരുന്നോ? ശിവേട്ട, പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. ആരാവൻ? നിന്നോടാ ചോദിച്ച അമ്മു, ആരാ ഇവൻ? അവളുടെ കാമുകൻ. എന്തേ? ഞാൻ സത്യം പറഞ്ഞേ, ഇവളുടെ കാമുകൻ. ഇവളുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞാന്ന് നിനക്ക് ഉറപ്പുണ്ടോ? വിശ്വസിക്കല്ലേ, കള്ളം. കള്ളം. എടോ, തനിക്ക് എന്താ അറിഞ്ഞിട്ടേ ഇവളെ കുറിച്ച്? 7 മാസം മുമ്പ് ഒരു പെണ്ണിനെ അബ്യൂസ് ചെയ്ത കേസിലെ ജയിലിൽ പോയവനാ ഞാൻ. ആ പെണ്ണാരാന്നറിയോ? ഇവള്. ഇല്ല കണ്ണട്ട, വിശ്വസിക്കല്ലേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിശ്വാസം വരുന്നില്ലേ? എന്നാ 7 മാസം മുമ്പ് ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ നടന്ന കേസിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഇല്ല കണ്ണട്ട, വിശ്വസിക്കല്ലേ പ്ലീസ്. നീ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞല്ലേ? അമ്മു, എന്താ അമ്മു ഇത്? ആരാ ഇവൻ? എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? കണ്ണട്ട, എല്ലാം കള്ളോ.
ഞാനെല്ലാം പറയാം. കണ്ണേട്ട എന്നെ വിശ്വസിക്കാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നെ മാത്രം വിശ്വസിക്കുന്നത്? ഓ, നിനക്ക് അത്രമാത്രം സ്നേഹമോ അവളോട്? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ അവള്. ശിവേട്ട, ഞാൻ തെറ്റുകാര്യം സമ്മതിച്ചു. പക്ഷെ എന്റെ ഭാഗം കൂടി ഒന്ന് കേക്ക്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേന്ന്. ഒരു തവണ പ്ലീസ്. അമ്മോ, ആ ശിവേട്ട, ഇതെവിടെന്നാ വരുന്നതാ? ഒന്നും പറയാനില്ലടി. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ദേ ഞാൻ വീണ്ടും വന്നേക്കോ നാട്ടിലേക്ക്. അല്ല, അമ്മ എവിടെ? ആ, അമ്മ ഇല്ലത്തുണ്ട്. ഓ, എന്നാ ഞാൻ പോയി കാണട്ടെ. അമ്മയെ കാണാനാണോ അത് ലച്ചുനെ കാണാനാണോ? അയ്യോ, എന്റെ അമ്മൂന് വിവരം വെച്ചല്ലോ. കളിയാക്കല്ലേ? എങ്ങാനും അവളുടെ അച്ഛൻ അറിഞ്ഞ പിന്നെ തീർന്നു മോനെ നിന്റെ കാര്യം. എന്റെ പൊന്നെ, അങ്ങനൊന്നും പറയല്ലേ മോളെ. നടക്കട്ടെ നടക്കട്ടെ. എന്നാ പോയി ഞാൻ രണ്ടുപേരും കണ്ടിട്ട് വരാം. പിന്നെ വരാവേ. ഓ, വരണമൊന്നുമില്ല. അയ്യോ, ഈ ശിവേട്ടാ, ഇതെപ്പോഴാ? ഇപ്പൊ വന്നതേ ഉള്ളൂ. നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നത്. മാറി നിക്ക്, ആരേലും കൊണ്ടോ മതി. ഇവിടെ അടുത്ത് ആരും ഇല്ലാന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ടേ എന്റെ ലച്ചുകുട്ടി തമ്പ്രാട്ടി പേടിക്കണമെന്നില്ല. ഇതെവിടേക്കാ പോയത്? എന്റെ മോളെ, എക്സാമിന് വേണ്ടിട്ട് ബാംഗ്ലൂരായിരുന്നു സെന്റർ. അവിടെ വരെ പോയിട്ട് വരുമ്പോ 2 ദിവസമായില്ലേ. മിസ് ചെയ്തോ? ചെയ്തില്ലെന്ന് പറഞ്ഞ കള്ളാവില്ലേ? എന്റെ ചോറ് തിന്ന് എന്റെ പിള്ളേരെ തന്നെ വശീകരിക്കുന്നു. മോളെ അമ്മു, ഒന്നിങ്ങോട്ട് വന്നേ. തമ്പ്രാന് കാണണമെന്ന്. ആമാ, ദാ വന്നു. എന്റെ ഗൗരിമോളെ, ഇത് നന്നായി കഴിച്ച നിനക്ക് എന്താ? കഷ്ടപ്പെട്ട് ഞങ്ങൾ അരിഞ്ഞു വരുന്നില്ലേ? അപ്പൊ കഴിച്ചൂടെ? പിന്നെ പാല് കുറച്ചധികം തരണേ. എന്താ തമ്പ്ര വിളിച്ചത്? എവിടെ അവള്? നീ ഇങ്ങോട്ട് വന്നേ. മോള് മാത്രം. നീ ഇതൊന്ന് കണ്ടേ കൊച്ചേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതാരാ അടുത്തെന്നറിയണ്ടേ? ഞാൻ തന്നെ. എങ്ങനെയുണ്ട്? ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലോ? എല്ലാരും കാണട്ടെ. എന്തിനാണോ? എനിക്ക് തോന്നിയിട്ട്. ആ, എന്നാ കേട്ടോ, ഞാൻ ഇത് ചെയ്യാതിരിക്കണമെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഓക്കെ, നീ കരയണ്ട. ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. പകരം നീ ഇതാരോടും പറയാൻ പാടില്ല. കൂടാതെ എനിക്കൊരു ഉപകാരവും ചെയ്യണം. നീ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നേക്ക്, എന്റെ മോളുടെ പിറകെ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലോ. ആ, നിനക്കും അറിയാന്ന് എനിക്കറിയാം.
അത് ഇന്നത്തോടെ കൂടി നിർത്തണം. എങ്ങനെയാ നിർത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നീ ഒന്ന് മനസ്സ് വെച്ചാ മതി. ചെറുതായിട്ട് നിന്നെ ആ പീഡിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തേക്ക്. ഈ നാട്ടില് പെണ്ണിന്റെ വാക്കിന് ശക്തി കൂടുതൽ. അത് ആരായാലും വിശ്വസിച്ചു പോകും. എന്നെ കൊണ്ട് പറ്റത്തില്ല. ശിവേട്ടനെ ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ വേണ്ട, ഞാൻ ഇത് നിന്റെ അമ്മയ്ക്കും പിന്നെ നാട്ടുകാർക്കും മൊത്തം കാണിച്ചു കൊടുക്കാം. എപ്പടി? അയ്യോ തമ്പുരാ, ഇങ്ങനൊന്നും ചെയ്യല്ലേ പ്ലീസ്. പ്ലീസ്. അയ്യോ. നിനക്ക് ഒരു ദിവസം ഞാൻ സമയം തരാം. എന്ത് വേണേലും നിനക്ക് തീരുമാനിക്കാം. അയ്യോ ഭഗവാനെ, എന്തെങ്കിലും ഇങ്ങനൊരു പരിഹാരം. അയ്യോ. മോളെ അമ്മു, എന്താടി? എന്താ തമ്പ്രം പറഞ്ഞ് നീ എന്തിനു കരയുന്നേ? അമ്മ. അയ്യോ. മോളെ, ആ വീഡിയോ എങ്ങനെ പുറത്തു പോയ പിന്നെ ചികിത്സിട്ട് കാര്യമില്ല. തമ്പ്രം പറയുന്നത് ചെയ്യ്, അതാ നല്ലത്. ഞാൻ എങ്ങനെ ചെയ്യാനാ? ശിവേട്ട എന്റെ ഏട്ടനല്ല അമ്മ. ഞാൻ എങ്ങനെ? അയ്യോ. മോളെ, എനിക്കറിയില്ല, പക്ഷെ നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലടി. ആരാ ഇവിടെ? ശിവജിത്ത്. ഇവിടുത്തെ കാര്യസ്ഥന്റെ മോനാ. എന്താ കാര്യം? ആളിപ്പോ എവിടെ? അപ്പുറത്തുണ്ട്. കോൺസ്റ്റബിൾ, പോയി വിളിച്ചോണ്ട് വാടോ. എന്താ കാര്യം? എന്തിനിങ്ങനെ പോലീസൊക്കെ വന്നേക്കുന്നേ? ഇവിടെ എന്താ പ്രശ്നം? ഓ, ലക്ഷ്മി തമ്പുരാട്ടി ഇവിടെ ഉണ്ടോ? ഇവിടുത്തെ കാര്യസ്ഥന്റെ മകൻ ശിവജിത്തിനെതിരെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റോ? ആരാ തന്നത്? ശ്രുതി. ആരാ ഇവിടെ ശ്രുതി? കുട്ടിയോട് മോശമായി പെരുമാറിന്ന് പറഞ്ഞിട്ടാ കംപ്ലൈന്റ് ഉള്ളത്. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ അങ്ങ് എടുത്തോണ്ട് പോവോ? ഇല്ല, അത് സംഭവിക്കില്ല. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? അവൻ എങ്ങനെ ചെയ്യത്തില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി കോടതി തീരുമാനിക്കും. എടുത്തോണ്ട് പോയി ജീപ്പി കയറ്റടാ. പ്ലീസ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അമ്മു, നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? അമ്മു പറയടി, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറ. പിടിച്ച് കേട്ടടോ. കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ അഭിനയിച്ചു. അപ്പോ ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാതെ. ഇത് നമ്മള് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒരുത്തനും അറിയാൻ നിൽക്കരുത്, കേട്ടല്ലോ? അമ്മ, അവനെ പോലെ നീ എനിക്ക് ഒരു അനീതിയല്ലായിരുന്നോ? എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? നീ എന്തിനാ കള്ളം പറഞ്ഞ് എന്റെ ജീവിതം നശിപ്പിച്ച്? ഞാനിത്ര വലിയ തെറ്റാമ ചെയ്തേ. ഒന്നുമില്ല, എല്ലാം നല്ലതിനല്ലേ. അവള് പേടിക്കാതിരിക്കെ. നീ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു സേഫ് അല്ല. നിന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് എനിക്ക് നല്ലത്. നിന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. എതിർത്ത് പറയാൻ നിൽക്കരുത്.
അമ്മ ഇതെങ്ങനെ? മോക്കതാ നല്ലത്. ഇവിടുന്ന് പോ. ഈ അമ്മ കാരണം എല്ലാം മോക്ക് ഇത് സംഭവിച്ചത്. ഇനി ഇവിടെ നിന്ന് നീ നരകിക്കണ്ട. ഇവിടുന്ന് പൊക്കോ, അതാ നല്ലത്. അമ്മു കരയല്ലേ, ഞാനില്ല നിന്റെ കൂടെ. ആര് വിശ്വസിച്ചാലും ഞാൻ നിന്നെ വിശ്വസിക്കും. എന്റെ ജീവിതം നശിപ്പിച്ചവനവന്, അവനെ ഞാൻ വെറുതെ വിടില്ല. അമ്മു, നീയും എന്റെ കൂടെ വേണം. നിന്റെ ചാരിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തിയവനല്ലേ അവൻ. എന്റെ ലച്ചുനെ എന്റെ നിന്ന് അകറ്റാൻ ശ്രമിച്ചില്ലേ, അവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ജീവിതം അവൻ നശിപ്പിച്ചത്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ? എനിക്കറിയാലോ എന്റെ അമ്മോന് അവൾ എന്നോട് ചതിക്കില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ മാനത്തെ വെച്ച് വല്ല വിഷയനല്ലേ അവൻ. അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്ത്. ഒരു ഏട്ടൻ എന്ന നിലയിൽ എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ശിവ, നിന്റെ കൂടെ ഞാനുണ്ട്. ഇവക്ക് വേണ്ടി ഞാനുണ്ട്. അയാളെ വെറുതെ വിടാൻ പാടില്ല. ഒരു പെണ്ണിന് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ലക്ഷ്മി എല്ലാ സത്യങ്ങളും അറിയണം. ആഹാ, എന്താ മക്കളെ ഒന്നും പറയാണ്ട് നാട്ടിലേക്ക് വന്നേ? ഒന്നുമില്ലമ്മ, ഇവിടെ ഒരു വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ആ? ശിവ, അകത്തേക്ക് വാ. ഇവൻ ഇവൻ കുഴപ്പക്കാരനല്ല. ഞാനെല്ലാം പറയാം. ഇല്ലത്തെ തമ്പ്രാൻ ഇത്രയും വൃത്തികെട്ടവനാണോ? അയാളെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ പ്ലാൻ? അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ കൊല്ലത്തില്ല. എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. അതിന് നീ അമ്മ വേണം ചെയ്യാൻ. കോടതിയിൽ നെക്സ്റ്റ് ഹിയറിങ്ങിന് നീ വന്നിട്ട് എല്ലാ സത്യങ്ങളും പറയണം. അത് വിശ്വസിക്കാം. എന്റെ തെളിവൊന്നുമില്ല. ഡോണ്ട് വെറി, തെളിവല്ലേ, അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒരാൾ ഫോണിൽ നിന്ന് എന്ത് ഡിലീറ്റ് ചെയ്താലും ഒരു എത്തിക്കൽ ഹാക്കറിനെ കൊണ്ട് നമുക്കത് വീണ്ടെടുക്കാൻ പറ്റും. സോ ഡോണ്ട് വെറി, അയാളുടെ ഫോണിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ അയച്ചത്? എന്താ ഇപ്പൊ ഇങ്ങോട്ട്? അവളല്ല തമ്പ്രാനെ വന്നത്, അവളെ കൊണ്ടുവന്നതാ ഞാൻ. അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. പിന്നെ നിങ്ങളെ ന്യൂസ് കണ്ടില്ലേ? ശിവ, അവനിപ്പൊ എന്റെ കൂടെയാ. ഞങ്ങളിപ്പോ വന്നത് ലച്ചനെ കൊണ്ടുപോകാനും അവളെല്ലാ സത്യങ്ങളും അറിയാനോ. നോക്കു പിള്ളേരെ, എന്നെ നിനക്ക് ശരിക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അവളോട് എന്തേലും പറഞ്ഞ? അയ്യോ സോറി, അവക്കിപ്പോ എല്ലാം അറിയാം. ഞങ്ങള് നേരത്തെ സംസാരിച്ചു. ഇനി കോടതിയിൽ കാണാം. എന്താ നിന്റെ ഉദ്ദേശം? നീ എന്താ വിചാരിച്ചേ? ഈ ചീള് കേസ് കൊണ്ട് ഞാൻ കീഴ്പ്പെടുന്നു? എങ്കിൽ തെറ്റി. എന്റെ അന്തസ്സിന് നടക്കാത്ത കാര്യ ഈ പെണ്ണ് കാണിച്ചു വെച്ചത്. അത് മാറ്റിയെടുക്കാൻ എനിക്ക് ഇവളുടെ ജീവിതം വെച്ച് കളിക്കേണ്ടി വന്നു.
പക്ഷേ അന്ന് കംപ്ലൈന്റ് ചെയ്തത് ഇവളാ. ഇപ്പൊ മാറ്റി പറഞ്ഞ ആർക്കാ കേടെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ തമ്പ്രാന് തെറ്റി. അന്ന് തമ്പ്രാൻ പറഞ്ഞില്ലേ പെണ്ണിന്റെ വാക്കിനാണ് ശക്തി കൂടുതലെന്ന്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇവള് കാര്യകാരണം എന്താന്ന് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾ ജയിലിൽ അഴിയെണ്ണു, അത് ഞാൻ കാണും. ഡോ, നീ ആക്കുന്നതിനാ കളിക്കുന്നതെന്ന് ഓർത്തു വേണം കളിക്കാൻ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ. നാളെ അപ്പൊ കോടതി കാണാം. എന്തിനാച്ച എന്നോട് എന്നോട് പറയാറുന്നല്ലോ. എന്തിനാ എന്നോട് ഇങ്ങനൊക്കെ ചെയ്തേ? എന്തിനാ ആ പാവത്തിന്റെ ജീവിതം വെച്ച് കളിച്ച്? ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കോ. ഓ, ശ്ശേ. അമ്മോ, പേടിയുണ്ടോ നിനക്ക്? എന്തിന്? നാളെ കോടതിയിലേക്ക് പോണ്ടേ? അവര് ചോദിക്കുമ്പോ നിനക്ക് എനിക്ക് പേടിയില്ല. നിങ്ങൾക്ക് എന്റെ കൂടെയില്ലേ? അത് മതി എനിക്ക്. ഞാനെന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ പേടിക്കാതിരിക്കുക. മാസം മുമ്പ് സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായ ശിവജിത്ത് എന്ന വ്യക്തി നിരപരാധിയായിരുന്നു എന്ന് കോടതിക്ക് മുന്നിൽ തെളിവ് സഹിതം വ്യക്തമായിരിക്കുന്നു. ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ തമ്പുരാൻ കേശവ മേനോനായിരുന്നു ഇതിന് പിറകിൽ. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസിനെ വളച്ചൊടിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കോടതി വരാന്തയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശിവേട്ടൻ, നമ്മൾ നേടി. അതെ, നേടി. കണ്ണേട്ടൻ എവിടെ? അവൻ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. എന്തോ പണിയുണ്ട് അത്ര. എന്റെ പെണ്ണിനോട് കളിച്ചിട്ട് ജീവനോട് നിൽക്കുന്നത് ശരിയാണോ? കണ്ണേട്ടാ, കണ്ണേട്ടാ, തമ്പ്ര അയാള് മരിച്ചു. എങ്ങനെയത്? അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നേ. നീ എന്തിനാ തോർത്ത് ടെൻഷൻ ആവുന്നേ? എന്നാലും എങ്ങനെ? അതൊന്നും നീ ആലോചിക്കണ്ട. നീ വന്നേ.